ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇവരാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നതാണ് സുബുത്തയും ഫാമിലിയും. അപ്പോൾ ഇവർ രാത്രിയായി വന്നപ്പോൾ എന്നറിയാലോ. അപ്പോൾ രാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഉച്ചക്കലത്തെ ഫുഡിനെ മതി എന്ന് പറഞ്ഞാൽ അത് തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾ ഇടിയപ്പവും ബീഫ് കറി ഉണ്ടാക്കി. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടെ വന്നത് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നേരെ പോകുന്നത് മാൻഗ്രൂവ്സ് കാണാനാണ് കേട്ടോ. അവിടെ അടുത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള മാൻഗ്രൂവ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് 5 ദിറംസ് എങ്ങാനാണ് കേട്ടോ. അഡൽട്ട്സിന് 15 അങ്ങനെ എന്തോ ആയിരുന്നു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു വണ്ടി വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. ഇതുപോലെ 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു തടാകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ഒരു 500 മീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവും അവിടുന്ന്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ കൊണ്ടുപോയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളെ നിർത്തി തന്നത്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വണ്ടിയിൽ കയറി, പിന്നെ അവരൊക്കെ മറ്റൊരു വണ്ടിയിലും കൂടിയാണ് കയറിയിട്ട്. അവരെ വണ്ടി വരുന്നത് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അവരൊക്കെ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത്. അതിൽ വന്നു. ഞങ്ങൾ ഇതാണ് ഈ രൂപത്തിലാണ് കേട്ടോ വണ്ടി ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇറങ്ങി നേരെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോവാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ ഇതിലിങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ റംസാൻ അവനിഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല വലിയൊരു ഹാള്, കുറേ സിറ്റിംഗ് ഏരിയസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്കവിടെ എത്ര വേണമെന്നുണ്ടെങ്കിലും റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ കുറേ സിറ്റിംഗ് ഏരിയാസും പിന്നെ ഓരോരോ റൂമുകളാണ്. ആ റൂമുകളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ ടോയ്ലറ്റ് പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ആ ഒരു ഹാളിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ റൂമിലായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഒപ്പീനിയനൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഈ മാൻഗ്രോവ്സ് കണ്ടു വന്നതിന് ശേഷമോ അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടായിട്ട് അവിടെ. അപ്പം ഞാൻ അവിടെ എൻ്റെ ഒരു ഒപ്പീനിയനൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് ഇതുപോലെ നമുക്കത് ടൈ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഓരോ റൂമുകളിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ഒപ്പീനിയനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഒപ്പീനിയൻ എഴുതിയിട്ട് അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തമാശ. പിന്നെ ഇത് ഇവിടെ ഒരു റൂമിലുള്ള ഫസ്റ്റത്തെ റൂമിലുള്ള കാഴ്ചയായിരുന്നു. ചെറിയൊരു അക്വേറിയം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നിട്ട് ഉമ്മച്ചി വാപ്പച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മച്ചിനും വാപ്പച്ചിയും കൂട്ടിയിട്ടൊരു ഫോട്ടോ ഞങ്ങളെല്ലാവരും കൂടി കൂട്ടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ റൂമിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു റൂമിൽ കയറിയപ്പം ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു അക്വേറിയം അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മളിങ്ങനെ അങ്ങനെ സെറ്റാക്കിയതാണെന്ന് തോന്നൂല. അത് ശരിക്കും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചകളുണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു അക്വേറിയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു അക്വേറിയം.
അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇതുപോലൊരു വഴിയാണ്, ഒരു ഫുട്പാത്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇത്തിരി ദൂരം നടക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നല്ല കാക്കയുടെ സൗണ്ട് ഉണ്ടായിട്ടോ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം കാക്കൻ്റെ സൗണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കാക്കയുടെ കളകളാരമൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നടന്നു. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ ഇനിയുള്ള ഓരോ കാഴ്ചകളൊക്കെ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നല്ല ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇനി ഇവിടെ ഒരു പൂളുണ്ട്. ആ ഒരു പൂളിൽ ആമ, കുറച്ച് ചെറിയ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ആമകളുണ്ടായിരുന്നേ, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള ആമ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. കുറച്ചും കൂടെ ഒക്കെ നടന്നു കഴിയുമ്പോൾ ഇതുപോലൊരു ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഏരിയ. റയാനൊക്കെ അതിൻ്റെ അകത്തേക്കൊക്കെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചിരുന്നു കേട്ടോ. നമുക്കവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അവിടെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിയിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ടും ഓടിപ്പോകും അങ്ങനെയൊന്നും ആയിരുന്നില്ല. പതുക്കെ എല്ലാം കണ്ട് പോകുമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കാഴ്ചകളുടെ ഇടയിൽ അതൊന്നും ഒരു പ്രശ്നമാവുന്നില്ല. അപ്പോൾ എന്തായാലും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഡോറുണ്ട് കേട്ടോ. ഓരോ ഡോറുകളുണ്ട്. ആ ഡോർ ഇങ്ങനെ തുറക്കും, അതിൻ്റെ അകത്തേക്ക് കയറും അങ്ങനെ. അപ്പോൾ ആ ഡോറെ ഫുള്ളായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പോകുന്ന വഴിയിൽ തന്നെ ഇതുപോലെ ഓരോ ഡോറാണ്. അപ്പോൾ അതിങ്ങനെ തുറക്കുന്ന തന്നെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറാം. ആ വെയിലിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷനാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിയുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഫുള്ള് ചെയ്യാണ്, തുറന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ നമ്മുടെ ദേശാടന പക്ഷികളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഓപ്പൺ പ്ലേസിൽ ഇങ്ങനെ വന്നിങ്ങനെ അവിടെയൊക്കെ ദേശാടന പക്ഷികൾ ഇരിക്കുന്നുണ്ട്. കുറേ പല തരത്തിലുള്ള പക്ഷികളുണ്ട്. നമ്മളവിടെ ഡേഞ്ചർ ഡു നോട്ട് എൻ്റർ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ പക്ഷികൾ നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കൊത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് കയറാനും ഇതിനൊന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ട കുറേ പക്ഷികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ പോകുന്ന ആളുകൾ ആരും അതിനെ ശല്യം ചെയ്യുന്ന ഒന്നുമില്ല. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോവാണ് കേട്ടോ ചെയ്യണത്. ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ഡോറ്, എന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെ കേട്ടോ. അപ്പോൾ കുറേ മുമ്പ് ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് നമ്മൾ ഒരു ബേർഡ് സാഞ്ചുറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുമരകത്ത്. ഒരുപാട് കിലോമീറ്ററുകൾ നടക്കാനുണ്ട്, പക്ഷെ തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല തണുത്ത വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. അന്ന് നമ്മൾ നാട്ടിൽ പോയുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കുട്ടികളെയും കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് അവശതയിലെത്തിയിട്ടോ. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ടാപ്പൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ, എല്ലാവർക്കും ദാഹമൊക്കെ മാറ്റി പോവാമല്ലോ. പിന്നെ അങ്ങനെ യാത്ര ചെയ്ത് അവസാനം നമ്മൾ കയറുന്നത് ഒരു ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. അതുപോലെ ബ്ലൂ കളറിലായിട്ടാണ് ഇങ്ങനെ വെള്ളം കിടക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ബ്രിഡ്ജിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്തെത്തുമ്പോൾ അത് ഉമ്മച്ചിൻ്റെയും അപ്പച്ചിൻ്റെയും ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ ഫോട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഈ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് ഇവിടെ നിന്നാണ് ശരിക്കും മാംഗ്രോവ്സ് സ്റ്റാർട്ട് ആവുന്നത്, കണ്ടൽ വരെ. ബ്രിഡ്ജ് ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ചൂടുന്ന് ഇങ്ങോട്ട്
ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്ന പോലുള്ളൊരു ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല ഒരു ചെറിയൊരു ഇളം കാറ്റും ആ ഒരു ചൂടും ഒക്കെ കുറഞ്ഞിട്ട് നല്ലൊരു നമുക്ക് ശരിക്കും ഒന്ന് ഭയങ്കര സുഖമുള്ളൊരു ഫീൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇവിടെയൊക്കെ ചതുപ്പുകളാണ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 സൈഡിലും ഇതുവരെ നമ്മൾ വെള്ളമാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മാൻഗ്രൂവ്സ് ആണ് കാണുന്നത്, അതായത് കണ്ടൽ വനങ്ങളാണ് കാണുന്നത്. താഴേക്കൊക്കെ കഴിഞ്ഞ് ഫുള്ള് ചതുപ്പുകളായിരിക്കും, പക്ഷെ കാണാൻ നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമായിരുന്നു എന്ന് കേട്ടോ. കയറിയപ്പോൾ ചൂടുന്നേ. ഇടയ്ക്കിതാ ഇതുപോലത്തെ ബോർഡ്സ് കാണാം കേട്ടോ. പെർഹാപ്സ് കി ദാറ്റ്സ് കിങ് ഫിഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ പക്ഷികൾ അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഓരോ ബോർഡുകളൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തുന്നത് ഇതാ ഇതുപോലൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ചെറിയ ചെറിയ വിൻഡോകൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ നമുക്ക് ശരിക്കും നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല കാറ്റും കിട്ടും, ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഓരോ മൃഗങ്ങളൊക്കെ കാണുന്നുണ്ട്, മാന് ഒക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് ക്യാമറയിൽ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് അറ്റം, ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ഫ്രം ബാനസ് വേൾഡ്.